ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ച് ഒമാനിലെ പ്രവാസി സമൂഹം. ഇന്ത്യൻ സ്ഥാനപതി ജി.വി. ശ്രീനിവാസ് എംബസി ആസ്ഥാനത്ത് പതാക ഉയർത്തിയതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. മസ്കത്തിലെ ഇന്ത്യൻ എംബസിയിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള പ്രത്യേക അതിഥികൾ തുടങ്ങി നൂറുകണക്കിന് പേർ പങ്കെടുത്തു. മസ്കത്തിലെ ഇന്ത്യൻ എംബസിയിൽ അംബാസഡർ ജി.വി. ശ്രീനിവാസ് ദേശീയ പതാക ഉയർത്തിയതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. ഇന്ത്യൻ അംബാസഡർ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന അർപ്പിച്ചു. തുടർന്ന് രാഷ്ട്രപതിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം ഇന്ത്യൻ സ്ഥാനപതി വായിച്ചു. ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർ, സ്വദേശി പ്രമുഖർ, ഇന്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള പ്രത്യേക അതിഥികൾ തുടങ്ങി നൂറുകണക്കിന് ആളുകൾ ആഘോഷ പരിപാടി വീക്ഷിക്കാനായി എത്തിയിരുന്നു. We are covering every vertical of the entire society: economy, social, political, equality, education, ICT, infrastructure. All the elements in detail the Honorable President covered. And I'm extremely happy to be representing India in this proud moment when the country is on the upswing, having become the 4th largest economy in the world, having the ambition to become the 3rd largest shortly. All in all, in the inclusive development story, the country continues with its progress and prosperity. ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ദേശഭക്തി ഗാനം, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ സാംസ്കാരിക വൈവിധ്യങ്ങൾ കോർത്തിണക്കിയ നൃത്യങ്ങൾ തുടങ്ങി വൈവിധ്യങ്ങളായ പരിപാടികൾ എംബസി അങ്കണത്തിൽ നടന്നു. തായമ്പക സംഘത്തിന്റെ പ്രകടനം സദസ്സ് ഹർഷാരവത്തോടെയാണ് ഏറ്റെടുത്തത്. ക്യാപ്റ്റൻ സന്ദീപ് ഷോറിയുടെ നേതൃത്വത്തിൽ ഒമാൻ സന്ദർശിക്കുന്ന ഇന്ത്യൻ നേവിയുടെ തദ്ദേശീയ കപ്പലായ INS സൂറത്തിലെ ഉദ്യോഗസ്ഥരും എംബസിയിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. രാജ്യത്തെ വിവിധ ഇന്ത്യൻ സ്കൂളുകളിലും വിപുലമായ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ നടന്നു. മീഡിയ 1 മസ്കത്ത്. കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസി സമൂഹവും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. കടുത്ത ചൂടിനെയും അവഗണിച്ച് ഇന്ത്യൻ എംബസിയിൽ നടന്ന 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ 3000-ഓളം പേർ പങ്കെടുത്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ച് കുവൈത്തിലെ ഇന്ത്യൻ പ്രവാസി സമൂഹം രാവിലെ 7:30 ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർശ് സ്വൈക്ക ദേശീയ പതാക ഉയർത്തി രാഷ്ട്രപതിയുടെ സന്ദേശം വായിച്ചു. 2024 ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുവൈത്ത് സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് നിലയിലേക്ക് ഉയർത്തിയതായും 7 സഹകരണ കരാറുകൾ ഒപ്പുവെച്ചതായും അംബാസഡർ അറിയിച്ചു. ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കുമായി ഇന്ത്യ സജീവ പങ്കുവഹിക്കുന്നുവെന്നും കാലാവസ്ഥാ വ്യതിയാനം, ഊർജ്ജ സുരക്ഷ, ഭക്ഷ്യസുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ നേതൃത്വം നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ സമൂഹത്തിന് നൽകുന്ന പ്രത്യേക പരിഗണനയ്ക്കായി കുവൈത്ത് ഭരണാധികാരികൾക്ക് നന്ദി അറിയിച്ചു. പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എംബസി എപ്പോഴും സജ്ജമാണെന്നും കുവൈത്തിലെ നിയമങ്ങൾ പാലിക്കണമെന്ന് സ്ഥാനാപതി അഭ്യർത്ഥിച്ചു. കടുത്ത ചൂടിലും ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി. ഇന്ത്യൻ റെസ്റ്റോറന്റുകളുടെ സഹകരണത്തോടെ പങ്കെടുത്തവർക്കായി എംബസി പരിസരത്ത് ഭക്ഷണവും ഒരുക്കിയിരുന്നു. മീഡിയ 1 കുവൈത്ത്. സൗദിയിലും പ്രവാസികൾ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. എംബസിയിലും കോൺസുലേറ്റിലും ആഘോഷത്തോടെ പതാക ഉയർത്തി. വിവിധ പ്രവാസി സംഘടനകളുടെ കീഴിലുള്ള ആഘോഷങ്ങളും തുടരുകയാണ്. റിയാദ് എംബസിയിൽ അംബാസഡറും കോൺസുലേറ്റിൽ കോൺസുൽ ജനറലുമാണ് ദേശീയ പതാക ഉയർത്തി ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. സൗദിയിൽ വാരാന്ത്യ ദിനമായതിനാൽ വിവിധ പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പരിപാടികളും പുരോഗമിക്കുകയാണ്. കോൺഗ്രസ് പോഷക സംഘടനകളുടെ പരിപാടികളും തുടരും. ജിസാനിൽ OICC ജിസാൻ കമ്മിറ്റിക്ക് കീഴിലെ പരിപാടിക്ക് പ്രസിഡന്റ് നാസർ ചേലേമ്പ്ര അധ്യക്ഷത വഹിച്ചു. സംഘടന വൈസ് പ്രസിഡന്റ് ജെയ്സൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ യൂത്ത് വിംഗ് പ്രസിഡന്റ് ഉസ്മാൻ കോറ്റുമ്പ സ്വാതന്ത്ര്യദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മീഡിയ 1 റിയാദ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിന വാർഷികത്തോടനുബന്ധിച്ച് കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷേൽ അഹമ്മദ് ജാബിർ അസ്സബാഹ് ഇന്ത്യയുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് അഭിനന്ദന സന്ദേശം അയച്ചു. കുവൈത്ത് കിരീടാവകാശി ഷെയ്ഖ് സബാഹ് ഖാലിദ് ഹമദ് അസ്സബാഹും പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അസ്സബാഹും പ്രത്യേക സന്ദേശങ്ങളിലൂടെ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നു. നിലവിൽ ഇന്ത്യക്കാരാണ് കുവൈത്തിലെ ഏറ്റവും വലിയ വിദേശി സമൂഹം. 79ാമത് സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ച ഖത്തറിലെ പ്രവാസി സമൂഹവും ഇന്ത്യൻ കൾച്ചറൽ സെന്ററിലായിരുന്നു ആഘോഷങ്ങൾ. സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. രാവിലെ 7 മണിക്ക് ഖത്തറിലെ ഇന്ത്യൻ സ്ഥാനപതി വിപുൽ ദേശീയ പതാക ഉയർത്തിയതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. ICC അശോക ഹാളിലെ ഗാന്ധി ചിത്രത്തിന് മുമ്പിൽ അംബാസഡർ അടക്കമുള്ളവർ പൂക്കൾ കൊണ്ട് ആദരമർപ്പിക്കുകയും ചെയ്തു. സാമൂഹികം, സാമ്പത്തികം, രാഷ്ട്രീയം തുടങ്ങിയ മേഖലകളിൽ 8 പതിറ്റാണ്ടിനിടെ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ വിവരിക്കുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സ്വാതന്ത്ര്യദിന സന്ദേശം അംബാസഡർ വായിച്ചു. ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന് പിന്തുണക്കും രക്ഷാകർതൃത്വത്തിനും അദ്ദേഹം നന്ദി അറിയിച്ചു. and the police as well as central armed police forces.
വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ആഘോഷത്തിന് മിഴിവ് കൂട്ടി. ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 350-ലേറെ പ്രവാസികളാണ് ആഘോഷങ്ങളിൽ പങ്കെടുത്തത്. നേരിട്ട് ചടങ്ങിനെത്താൻ കഴിയാത്തവർക്കായി സമൂഹ മാധ്യമങ്ങൾ വഴി പരിപാടികൾ തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. മീഡിയ 1 ദോഹ. കുവൈറ്റിൽ മദ്യദുരന്തത്തിൽ മരിച്ചവരുടെ മരണസംഖ്യ ഉയരുന്നു. മരിച്ചവരുടെ എണ്ണം 23 ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വിഷബാധയെന്ന് സംശയിക്കുന്ന കേസുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അടിയന്തര ഹോട്ട്ലൈനുകളിലൂടെ ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്ന് പൊതുജനങ്ങളോട് മന്ത്രാലയം അഭ്യർത്ഥിച്ചു. കുവൈത്തിൽ വിഷമദ്യ ദുരന്തത്തിൽ ആശുപത്രിയിൽ ചികിത്സ തേടിയവരുടെ എണ്ണം 160 ഉയർന്നു. മരണപ്പെട്ടവരിൽ ഭൂരിഭാഗവും തീവ്രപരിചരണ വിഭാഗങ്ങളിൽ ചികിത്സയിലായിരുന്നവരാണ്. ഇപ്പോഴും പലരുടെയും നില ഗുരുതരമാണെന്നും പലരെയും മെക്കാനിക്കൽ വെന്റിലേറ്ററുകളിൽ പ്രവേശിപ്പിക്കുകയും ചിലർക്ക് അടിയന്തര ഡയാലിസിസ് നടത്തുകയും ചെയ്തതായി അധികൃതർ വ്യക്തമാക്കി. എല്ലാ കേസുകളും കുവൈത്ത് വിഷനിയന്ത്രണ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ 24 മണിക്കൂറും നിരീക്ഷണത്തിൽ തുടരുകയാണ്. ഉയർന്ന നിലവാരത്തിലുള്ള ചികിത്സയും മേൽനോട്ടവും ഉറപ്പാക്കുവാൻ സുരക്ഷാ അധികാരികളെയും വിവിധ ഏജൻസികളെയും ഉൾപ്പെടുത്തി ഏകോപനം ശക്തമാക്കിയിട്ടുണ്ട്. വിഷബാധയെന്ന് സംശയിക്കുന്ന കേസുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അടിയന്തര ഹോട്ട്ലൈനുകളിലൂടെ ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്ന് പൊതുജനങ്ങളോട് മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഇതിനിടെ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ ഇന്നും നിരവധി പേർ പ്രവേശിക്കപ്പെട്ടിട്ടുണ്ടെന്നും പലർക്കും ഡയാലിസിസ് ആരംഭിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. മലയാളികളടക്കം 40 ഇന്ത്യക്കാർ ഇപ്പോഴും ചികിത്സയിലുള്ളതായി ഇന്ത്യൻ എംബസി നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. മരണപ്പെട്ടവരിൽ കൂടുതലും സാധാരണ പ്രവാസികളാണ്. മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ഉടൻ പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ ദിവസങ്ങളിലായി രാജ്യത്ത് നടന്നുവരുന്ന വ്യാപക സുരക്ഷാ പരിശോധനയിൽ നിരവധി മദ്യനിർമ്മാണ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടി. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി പ്രവാസികളെ പിടികൂടി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറിയിരുന്നു. സലീം കോട്ടയിൽ, മീഡിയ 1, കുവൈറ്റ് സിറ്റി. UAE-യിലെ അജ്മാനിൽ ഇ സ്കൂട്ടറിന് നിരോധനം ഏർപ്പെടുത്തി. റോഡിലും തെരുവിലും എല്ലാത്തരം ഇ സ്കൂട്ടറുകളും നിരോധിച്ചു. റോഡ് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് തീരുമാനമെന്ന് അജ്മാൻ പോലീസ് അറിയിച്ചു. ആവശ്യമായ സുരക്ഷാ മുൻകരുതലില്ലാതെ ഇ സ്കൂട്ടർ ഓടിക്കുക, റോഡിലൂടെയും സീബ്ര ക്രോസിലൂടെയും അശ്രദ്ധമായി സഞ്ചരിക്കുക തുടങ്ങി നിയമലംഘനങ്ങൾക്കെതിരെ കടുത്ത മുന്നറിയിപ്പുമായി കഴിഞ്ഞ ദിവസം പോലീസ് രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് നിരോധനം ഏർപ്പെടുത്തിയത്. അബുദാബിയിൽ റോഡ് ടോൾ ഈടാക്കുന്ന സമയം വർദ്ധിപ്പിച്ചു. സെപ്റ്റംബർ 1 മുതൽ വൈകുന്നേരങ്ങളിൽ 4 മണിക്കൂർ ചുങ്കം ഈടാക്കും. നേരത്തെ 2 മണിക്കൂർ മാത്രമാണ് വൈകുന്നേരം ടോൾ നൽകേണ്ടിയിരുന്നത്. സ്വകാര്യ വാഹനങ്ങളിൽ നിന്ന് ചുങ്കം ഈടാക്കുന്നതിന് നിശ്ചയിച്ചിരുന്ന പരിധിയും ഒഴിവാക്കി. അബുദാബിയിലെ ദർബ് റോഡ് ടോൾ സംവിധാനത്തിൽ നിലവിൽ വൈകുന്നേരം 5 മുതൽ രാത്രി 7 വരെയാണ് ചുങ്കം ഈടാക്കുന്നത്. എന്നാൽ സെപ്റ്റംബർ 1 മുതൽ വൈകുന്നേരം 3 മുതൽ രാത്രി 7 വരെ ടോൾ ഈടാക്കും. രാവിലെ 7 മുതൽ 9 വരെ എന്ന നിലവിലെ ടോൾ സമയത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല. അതേസമയം സ്വകാര്യ വാഹനങ്ങൾക്ക് നിലവിലുള്ള ടോൾ ക്യാപ്പ് എന്ന ആനുകൂല്യം സെപ്റ്റംബർ 1 മുതൽ ഇല്ലാതാകും. ഒരു സ്വകാര്യ വാഹനത്തിന് ദിവസം പരമാവധി 16 ദിർഹം അല്ലെങ്കിൽ മാസത്തിൽ 200 ദിർഹം എന്ന പരിധിയാണ് ഒഴിവാക്കിയത്. ഇതോടെ ടോൾ ബാധകമായ സമയത്ത് കടന്നുപോകുന്ന ഓരോ വട്ടവും 4 ദിർഹം വീതം വാഹനത്തിൽ നിന്ന് റോഡ് ചുങ്കം ഈടാക്കും. എന്നാൽ ഭിന്നശേഷിക്കാർ, മുതിർന്ന പൗരന്മാർ, സർവീസിൽ നിന്ന് വിരമിച്ചവർ, കുറഞ്ഞ വരുമാനക്കാർ എന്നിവർക്കുള്ള ഇളവുകൾ തുടരും. ഞായറാഴ്ചയും പൊതു അവധി ദിവസങ്ങളിലും റോഡ് ചുങ്കമുണ്ടാവില്ല. മീഡിയ 1 അബുദാബി. സൗദിയിൽ പണപ്പെരുപ്പ നിരക്കിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. ജൂലൈയിൽ പണപ്പെരുപ്പം 2.1% കുറഞ്ഞു. ജൂണിൽ 2.3% നിരക്ക്. 5 മാസങ്ങൾക്ക് ശേഷമാണ് നിരക്കിൽ കുറവ് അനുഭവപ്പെടുന്നത്. ഭവന വാടകയിലെ അനിയന്ത്രിതമായ വർധനവും വെള്ളം, വൈദ്യുതി, ഗ്യാസ്, ഇന്ധന വിലകളിലുള്ള വർധനവും തുടരുന്നു. ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട കണക്കുകളിലാണ് നേരിയ കുറവ് രേഖപ്പെടുത്തിയത്. 2025 ജൂലൈയിൽ അവസാനിച്ച കണക്കുകൾ പ്രകാരം രാജ്യത്തെ പണപ്പെരുപ്പ നിരക്ക് 2.1% കുറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 0.2% കുറവ് രേഖപ്പെടുത്തി. തൊട്ട് മുമ്പത്തെ മാസത്തെ അപേക്ഷിച്ചും കുറവാണ് അനുഭവപ്പെട്ടത്. മാർച്ച്, ഏപ്രിൽ, ജൂൺ മാസങ്ങളിൽ നിരക്ക് 2.3% എത്തിയിരുന്നു. 5 മാസത്തെ തുടർച്ചയായ വർധനവിന് ശേഷമാണ് കുറവ് അനുഭവപ്പെടുന്നത്. ഭവന വാടകയിൽ തുടരുന്ന അനിയന്ത്രിത വർധനവ് പോയ മാസത്തിലും അനുഭവപ്പെട്ടു. ജൂലൈയിൽ രാജ്യത്തെ ഭവന വാടക നിരക്ക് 6.6% വരെ വർധനവ് രേഖപ്പെടുത്തി. ഇതിനു പുറമെ വെള്ളം, വൈദ്യുതി, ഗ്യാസ്,
മറ്റിന്ധനങ്ങൾ എന്നിവയുടെ വിലയിലും വർധനവ് രേഖപ്പെടുത്തി. എന്നാൽ ഗൃഹോപകരണങ്ങൾ, ഫർണിച്ചറുകൾ, റെഡിമെയ്ഡ്സ് ആൻഡ് ഫുട്വെയർ, ഗതാഗതം, ആരോഗ്യം, കമ്മ്യൂണിക്കേഷൻ സേവനങ്ങൾ എന്നിവയിൽ കുറവ് അനുഭവപ്പെട്ടു. 2025-ലും 2026-ലും സൗദിയിലെ പണപ്പെരുപ്പം 2% നിയന്ത്രിക്കപ്പെടുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി നേരത്തെ പ്രവചിച്ചിരുന്നു. G20 രാജ്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും കുറഞ്ഞ പണപ്പെരുപ്പ നിരക്ക് രേഖപ്പെടുത്തുന്ന ഏക രാജ്യവും സൗദി അറേബ്യയാണ്. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമാം. ദേശീയ അവാർഡ് ജേതാവ് സുരഭി ലക്ഷ്മിയെ നായികയാക്കി ദുബായിൽ നാടകമൊരുങ്ങുന്നു. പ്രശസ്ത സംവിധായകൻ ദിലീഷ് പോത്തൻ അസോസിയേറ്റ് ഡയറക്ടറായി നാടകത്തിന്റെ അണിയറയിലുണ്ട്. UAE-യിലെ 50-ലേറെ പ്രവാസി കലാകാരന്മാർ നാടകത്തിൽ വേഷമിടും. മറ്റന്നാൾ അജ്മാനിൽ അരങ്ങേറുന്ന ബോംബെ ടൈലേഴ്സ് എന്ന നാടകത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പിൽ നിന്ന് ഷിനോജ് ശംസുദ്ദീൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഓർമ്മകളാണെന്നും പറഞ്ഞ് ഇതും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അവനൊരു പുതിയ കട തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ തുടങ്ങിക്കോട്ടെ. അവനൊരു കത്രിക മര്യാദക്ക് പിടിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? ആ നോട്ടം ഇല്ലാതെ തീർക്കാൻ പറ്റി. ദുബൈയിലെ ഫോക്ലോർ അക്കാദമി തിയേറ്ററിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു നാടകത്തിൻ്റെ റിഹേഴ്സൽ നടക്കുകയാണ്. ബോംബെ ടൈലേഴ്സ് എന്നാണ് നാടകത്തിൻ്റെ പേര്. ഈ നാടകത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നവരൊക്കെ വെള്ളിത്തിരിയിൽ നമുക്ക് പരിചയമുള്ളവരാണ്. ഒപ്പം 52-ലധികം പ്രവാസി കലാകാരന്മാരുണ്ട്. പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നമ്മുടെ സ്വന്തം സുരഭി ലക്ഷ്മിയാണ്. നേരത്തെ ഈ നാടകവുമായിട്ട് വേദിയിൽ വന്നിട്ടുണ്ട്. എന്താണ് ഈ കഥാപാത്രം, എന്താണ് ഈ കഥ? കഥയും കഥാപാത്രത്തിനേക്കും അപ്പുറത്ത് 2016-ലാണ് ഞങ്ങൾ ഈ നാടകം ഫസ്റ്റ് ചെയ്യുന്നത്, സംഗീത നാടക അക്കാദമിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് മികച്ച നാടകവും മികച്ച നടിയും ഒക്കെയുള്ള അവാർഡ് നമുക്ക് 2017 കിട്ടുമ്പോൾ അതേ വർഷം തന്നെയാണ് നമുക്ക് നാഷണൽ അവാർഡിൻ്റെ ഇത്. അപ്പോൾ നാടകവും സിനിമയും എപ്പോഴും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ പിന്നീട് നമ്മൾ സിനിമയുടെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിപ്പോയിട്ട് നാടകത്തെ എവിടെയൊക്കെയോ വിട്ടുപോകുന്നു എന്നുള്ള നമുക്ക് എന്താണ് മിസ് ചെയ്യുന്നത് എന്ന് ആലോചിക്കുമ്പോൾ അതൊരു നാടകം കളിക്കുകയാണ്. പക്ഷെ അത് നമുക്ക് നാട്ടിൽ നിൽക്കുമ്പോൾ പലതായിട്ട് അപ്പോൾ അവിടെ നിന്ന് അങ്ങ് കട്ട് ചെയ്ത് ഇപ്പം ഞങ്ങൾ ഞാനും പോത്തനും ഞങ്ങളുടെ മാഷ് വിനോദ് മാഷും ഞങ്ങൾ ഒരു പഴയ കാലടിയിലുള്ളൊരു ഓർമ്മ ഇതും കൂടെയാണ്. അപ്പം മാജിക് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വിനോദ് മാഷും ഞങ്ങൾ ചെയ്യുന്നൊരു ആക്ടിങ് വർക്ക്ഷോപ്പിൻ്റെ ഇതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ദുബായിൽ വന്ന് അപ്പം നമുക്കത് പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെയുള്ള കലാകാരന്മാർക്ക് വേണ്ടി വെറുതെ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് നടത്തുക എന്നതിനപ്പുറത്തേക്ക് അവർക്കത് അപ്ലൈ ചെയ്യണമല്ലോ. 2-3 ദിവസം വന്ന് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു പോകുന്നതിനപ്പുറത്ത് അത് അവർ പഠിച്ച കാര്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാനും കൂടെ ഉള്ളൊരു വേദിയായിട്ടാണ് നമ്മൾ ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കാര്യം കൂടെ ചെയ്തത്. അപ്പോൾ അത് ഏറ്റെടുത്ത് ചെയ്യുന്നത് ഷീ കമ്പനിയാണ്. അപ്പോൾ അർഫാസ് എന്ന് പറഞ്ഞിട്ടുള്ള RJ ആണ് ഇതിനൊരു തുടക്കമിടുന്നത്. എന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ചോദിച്ചാൽ സുരഭിക്ക് ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് നടത്തിക്കൂടെ. അപ്പോഴും പ്രവാസികളായിട്ടുള്ള ആളുകൾ 2 ദിവസം വന്ന് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവർക്ക് അത് വെറുതെ ഇൻ്റർവ്യൂവിൽ കേട്ടാൽ മതിയല്ലോ. അതല്ലാതെ അവരിലുള്ള ആക്ടറിനെ പുറത്തേക്ക് കൊണ്ടുവരിക, അവരുടെ കൂടെ നമ്മളും കൂടെ ചേർന്ന് അവർ ഒരു നാടകം കളിക്കുക, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അത് വേറൊരു വൈബും വേറൊരു സന്തോഷമൊക്കെയാണ്. നാടകത്തിൽ പ്രേക്ഷകർ പ്രതീക്ഷിക്കേണ്ട പോത്തേട്ടൻസ് ബ്രില്യൻസ് എന്തായിരിക്കും? അല്ല, അങ്ങനെയൊന്നുമില്ല. ഞാനിങ്ങനെ സഹകരിക്കുന്നതേ ഉള്ളൂ. ശരിക്കും വിനോദ് കുമാറാണ് നാടകം, വിനോദ് മാഷാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഞാൻ മാഷിനെ അസിസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഞാനിങ്ങനെ കുറച്ച് ആൾ കൂടിയിട്ട് ഇങ്ങനെ സുരഭിയും വിനോദ് മാഷും കൂടി ഒരു നാടകം ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഞാൻ വന്നതേ ഉള്ളൂ. ഞാൻ റീയൂണിയനാണ്. അതെ, റീയൂണിയൻ മാത്രമല്ല, എനിക്ക് റീയൂണിയനാണ് ഉറപ്പായിട്ടും. ഞാനൊരു 15 വർഷമായി ഒരു നാടകത്തിൽ സത്യത്തിൽ പ്രവർത്തിച്ചിട്ട്. അപ്പം പഴയ ഒരു നൊസ്റ്റാൾജിക്ക് ഇങ്ങനെ വന്നാണ്. വിനോദ് മാഷിൻ്റെ പടത്തിന് മുമ്പ് ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം വീണ്ടും ഇങ്ങനെ വെറുതെ വന്നു. ചില മാറ്റങ്ങളോടുകൂടിയാണ് നാടകം ഇപ്പോൾ UAE-യിൽ എത്തുന്നതെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് അതിൻ്റെ ഒരു പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ? അങ്ങനെ 10 വർഷം മുമ്പ് ഈ നാടകം എനിക്ക് തോന്നുന്നു 10 വർഷം മുമ്പാണ് ലാസ്റ്റ് കളിച്ചതെന്ന് തോന്നുന്നു. അന്ന് അതിൽ നിന്ന് കോവിഡൊക്കെ വന്നു, അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സോഷ്യലുള്ള അത്ര മാറ്റങ്ങളെയൊക്കെ നാടകത്തിലേക്ക് കൺസ്യൂം ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ സിനിമയുടെ ബിസി ഷെഡ്യൂളിൽ നിന്ന് ഇപ്പോൾ UAE-ലേക്ക് നാടകത്തിന് വേണ്ടിയിട്ട് ഓടി എത്തിയേക്കാണ്. അതിൻ്റെ ഒരു വികാരം എന്താണ്? അത് നാടകത്തോടുള്ള സ്നേഹവും പിന്നെ വിനോദ് മാഷിനോട് സുരഭിയോടുള്ള സ്നേഹവും ഇത് രണ്ടും അതിനകത്ത് ഘടകമാണ്. ഇത് അങ്ങനെ നമ്മളിപ്പം ഭയങ്കര ഒരു പ്രൊഫഷണൽ ആക്ടേഴ്സിനെ വെച്ചിട്ടല്ല ശരിക്കും ചെയ്യുന്നത്. ഇത് സുരഭിയും പിന്നെ ഈ UAE തന്നെയുള്ള 52 ഇവിടെയുള്ള കലാകാരന്മാർ അവരൊരു വർക്ക്ഷോപ്പിൻ്റെ ഭാഗമായിട്ട് വരികയും അതിൽ നിന്ന് ഇംപ്രവൈസ് ചെയ്ത് ഒരു നാടകത്തിലേക്ക് പോവുകയും ചെയ്തതാണ്. അപ്പോൾ ആ പ്രോസസ്സ് ഒരുമിച്ച് എൻജോയ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും രസമുള്ള കാര്യം.
ഞങ്ങളിത് ആദ്യം ചെയ്യുന്നത് 2017 മുമ്പാണ്. 2017 ലാസ്റ്റ് കളിക്കുന്നത്. ഇപ്പോൾ കോവിഡിന് ശേഷം നമ്മൾ ചെയ്യുമ്പോൾ പോസ്റ്റ് കോവിഡ് പീരീഡാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ നാടകത്തിൽ വലിയ മാറ്റങ്ങളുണ്ട്, വലിയ രീതിയിലുള്ള മാറ്റങ്ങളുണ്ട്. പിന്നെ ആക്ടേഴ്സ് ഇപ്പോൾ 52ഓളം ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാജിക് ഇഫ് എന്നുള്ളൊരു ക്യാമ്പ് നടത്തി അതിൻ്റെ ഭാഗമായ ആക്ടേഴ്സിനെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നാട്ടിൽ കണ്ടവരല്ല ഇവിടെ ഉള്ളവർ. അപ്പോൾ അതിനനുസരിച്ച് നാടകത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. 32 പേര് ഒന്നിച്ച് ഒരു ക്യാൻവാസിൽ, അതും ഒരു വെറും 20-25 ദിവസത്തിനുള്ളിലേക്ക് സ്റ്റേജിൽ എത്തിക്കുക എന്നുള്ളത് അതൊരു വലിയ ടാസ്ക് ആയിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ ഇതിനകത്തൊരു കൂട്ടായ്മയുണ്ട്. ഇപ്പം ദിവസം ഇവിടെ രാത്രി 8 മണി മുതൽ രാവിലെ അല്ലെങ്കിൽ വെളുപ്പിന് 1-2 മണി വരെ ഇവിടെ എന്നും ഇത് റിഹേഴ്സൽ ചെയ്യുന്നുണ്ട്. അബുദാബിയിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്. അവർ അത് കഴിഞ്ഞ് അബുദാബിയിൽ എത്തുമ്പോൾ വെളുപ്പിന് 3 മണിയാവും. വീണ്ടും 6 മണിക്ക് അവർ കുളിച്ചൊരുങ്ങി ജോലിക്ക് പോകണം. വീണ്ടും അവർ 6 മണിക്ക് വൈകുന്നേരം അബുദാബിയിൽ നിന്ന് ഇറങ്ങി രാത്രി 8:30 ആകുമ്പോൾ ഇവിടെ എത്തും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ആക്ടിങ് ക്ലാസ്സിൻ്റെ അവസാനം അതിനൊരു റിസൾട്ട് കൂടെ കിട്ടുന്ന പോലെ അവർ ഇത്ര നാൾ പഠിച്ചത് എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജും കൂടെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതായിരിക്കും അവർക്ക് കുറച്ചും കൂടെ ഇഷ്ടം. അപ്പോൾ അങ്ങനെ സുരഭിയടുത്ത് വെറുതെ സംസാരിച്ചപ്പോൾ സുരഭിയറിന് നമുക്ക് നോക്കാം ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ തുടങ്ങിയ ഒരു ചർച്ചയാണ്. ഓഗസ്റ്റ് 17 അജ്മാൻ നോർത്ത് ഗേറ്റ് ബ്രിട്ടീഷ് സ്കൂളിലാണ് ബോംബെ ടൈലേഴ്സ് വേദിയിലെത്തുക. യാസർ അറഫാത്തിനൊപ്പം ഷിനോഫ് ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. വീണ്ടും ഗൾഫ് വാർത്തകളിലേക്ക്. കുവൈത്തിലേക്കുള്ള സന്ദർശന വിസ അപേക്ഷിക്കുന്നത് എളുപ്പമാക്കിയ അധികൃതർ. ഇതോടെ രാജ്യത്തേക്ക് സന്ദർശിക്കേണ്ട യാത്രക്കാർക്കിനി വീട്ടിൽ നിന്ന് തന്നെ എളുപ്പത്തിൽ ഈ വിസയ്ക്ക് അപേക്ഷിക്കാം. കുവൈത്തിന്റെ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടൽ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ടൂറിസത്തിനോ ബിസിനസിനോ വേണ്ടിയുള്ള യാത്രയായാലും ചില ലളിതമായ ഘട്ടങ്ങൾ പാലിച്ചാൽ വിസ ലഭിക്കും. കുവൈത്ത് വിസ എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച ശേഷം യാത്രക്കാരൻ അനുയോജ്യമായ വിസ തിരഞ്ഞെടുക്കണം. വിനോദസഞ്ചാരികൾക്ക് ടൂറിസ്റ്റ് വിസയും, ബിസിനസ് യാത്രക്കാർക്ക് ബിസിനസ് വിസയും, കുടുംബാംഗങ്ങളെ ക്ഷണിക്കുന്ന പ്രവാസികൾക്ക് ഫാമിലി വിസയും സൈറ്റിൽ ലഭ്യമാണ്. തുടർന്ന് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് വ്യക്തിഗത വിവരങ്ങളും യാത്രാ വിവരങ്ങളും പൂരിപ്പിക്കണം. ബിസിനസ് വിസ ആവശ്യമായ സ്ഥാപനങ്ങൾ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷന് ശേഷം ആഭ്യന്തര മന്ത്രാലയം പോർട്ടലിൽ ലോഗിൻ ചെയ്യുവാൻ ആവശ്യമായ ക്രെഡൻഷ്യലുകൾ നൽകും. വിസ അംഗീകരിക്കപ്പെട്ടാൽ ഓൺലൈനായി ഫീസ് അടച്ച് അപേക്ഷ പൂർത്തിയാക്കാം. തുടർന്ന് അംഗീകൃത ഇ വിസ ഡൗൺലോഡ് ചെയ്ത് യാത്രക്കിടെ പാസ്പോർട്ടിനോടൊപ്പം പ്രിന്റ് ചെയ്തോ ഡിജിറ്റൽ രൂപത്തിലോ കൈവശം വെക്കണം. രാജ്യത്തേക്കുള്ള യാത്ര സുഗമവും തടസ്സരഹിതവുമാക്കുവാനാണ് ഇ വിസ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. സലീം കോട്ടയിൽ, മീഡിയ 1, കുവൈറ്റ് സിറ്റി. 48 മണിക്കൂറിനുള്ളിൽ 10 വൃക്കമാറ്റ ശസ്ത്രക്രിയകൾ പൂർത്തിയാക്കി ലോക റെക്കോർഡിട്ട് സൗദി. റിയാദിലെ കിങ് ഫൈസൽ ആശുപത്രിക്കാണ് നേട്ടം. നിലവിൽ മൊത്തം 5000-ലധികം വൃക്കമാറ്റ ശസ്ത്രക്രിയകളാണ് ഇവിടെ പൂർത്തിയാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 80 കുട്ടികളുടെ വൃക്കമാറ്റം നടത്തി മറ്റൊരു റെക്കോർഡും സ്വന്തമാക്കിയിരുന്നു. സൗദിയിൽ വ്യാവസായിക സ്ഥാപനങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും പരിഷ്കരിച്ച് മുനിസിപ്പൽ മന്ത്രാലയം. നഗരപ്രദേശങ്ങൾക്കകത്തും പുറത്തുമുള്ള ഫാക്ടറികളുടെ നിർമ്മാണ പ്രവർത്തന ചട്ടങ്ങളിലാണ് മാറ്റം വരുത്തിയത്. രാജ്യത്തെ വ്യാവസായിക നിക്ഷേപാന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും നഗരവികസന പദ്ധതികളുമായി സംയോജിപ്പിക്കുന്നതിനും പ്രകൃതി സംരക്ഷണവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് പരിഷ്കരണം. സൗദിയിൽ നഗരപ്രദേശത്തിനകത്തും പുറത്തുമുള്ള ഫാക്ടറികൾക്കുള്ള നിയന്ത്രണങ്ങളിലും മാർഗനിർദ്ദേശങ്ങളിലും മാറ്റം വരുത്തി മുനിസിപ്പൽ ഭവനകാര്യ മന്ത്രാലയം. നഗരപ്രദേശത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നതോ മന്ത്രാലയത്തിന്റെ പ്രത്യേക സേവന മേഖലകളിലോ വ്യാവസായിക ഉപയോഗത്തിനുള്ള അംഗീകൃത പദ്ധതികൾക്ക് ഉള്ളിൽ ഉള്ളതോ ആയ എല്ലാത്തരം ഫാക്ടറികളും പുതിയ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായിരിക്കുമെന്ന് മന്ത്രാലയം വിശദീകരിച്ചു. വ്യാവസായികമോ വാണിജ്യമോ ആയ ഉപയോഗങ്ങൾക്ക് നിയുക്തമാക്കിയ മേഖലയിൽ 300 ചതുരശ്ര മീറ്ററിൽ കുറയാത്തതും 600 ചതുരശ്ര മീറ്ററിൽ കൂടാത്തതുമായ നിലയിലായിരിക്കണം സ്ഥാപനം. അംഗീകാരം നൽകുന്നതിന് സാധുവായ വാണിജ്യ രജിസ്റ്റർ ഉണ്ടായിരിക്കുക, വ്യാവസായിക ധാതു വിഭവ മന്ത്രാലയത്തിൽ നിന്നുള്ള വ്യാവസായിക ലൈസൻസ് ലഭിക്കുക, പരിസ്ഥിതി കംപ്ലയൻസ് കൺട്രോളിനായുള്ള നാഷണൽ സെന്റർ ഫോർ എൻവയോൺമെന്റൽ കംപ്ലയൻസ് കൺട്രോളിൽ നിന്നുള്ള പരിസ്ഥിതി അനുമതി ഉണ്ടായിരിക്കുക, അഗ്നി സുരക്ഷ, കെട്ടിട സുരക്ഷാ ആവശ്യകതകൾക്കനുസൃതമായി സിവിൽ ഡിഫൻസ് അംഗീകാരം എന്നിവ ഉണ്ടായിരിക്കണമെന്നും മുനിസിപ്പൽ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തെ വ്യാവസായിക നിക്ഷേപാന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും നഗരവികസന പദ്ധതികളുമായി സംയോജിപ്പിക്കുന്നതിനും പ്രകൃതി സംരക്ഷണവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് പരിഷ്കരണങ്ങൾ. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. സൗദിയിൽ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരിയും അസീർ മേഖല പ്രവാസി പ്രതിനിധികളും കൂടിക്കാഴ്ച നടത്തി. അബഹ പാലസ് ഹോട്ടലിലായിരുന്നു കൂടിക്കാഴ്ച. അബഹയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നേരിട്ട് വിമാന സർവീസ്, മരണപ്പെടുന്നവരുടെ രേഖകൾ ശരിയാക്കൽ,
പ്രവാസികളുടെ ടിക്കറ്റ് പ്രശ്നങ്ങൾ തുടങ്ങിയവ കൂടിക്കാഴ്ചയുടെ ഭാഗമായി ചർച്ച ചെയ്തു. ഇബ്രാഹിം പട്ടാമ്പി, സുരേഷ് മാവേലിക്കര, സന്തോഷ് കൈരളി തുടങ്ങിയവർ പങ്കെടുത്തു. സൗദിയിൽ അബഹയിൽ ഇടിമിന്നലേറ്റ് സ്വദേശി വനിതയും മകളും മരിച്ചു. അൽ ജൌഫ് പ്രവിശ്യയിലെ ഖൊറയ്യാത്ത് നിവാസി ഇക്ബാൽ ബിൻത് അബ്ദുൽ ഹാദി അൽ ഷറാരിയും മകൾ യാറ ഉബൈദുള്ളയുമാണ് മരിച്ചത്. അസീറിലേക്ക് വിനോദസഞ്ചാരത്തിനെത്തിയതായിരുന്നു ഇരുവരും. മഴയ്ക്കിടെയായിരുന്നു ഇടിമിന്നൽ. രണ്ടുപേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. സൗദിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ചൂട് കനക്കുമ്പോൾ അബഹ അടക്കമുള്ള പ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. സൗദിയിൽ 100 കോടി റിയാലിന്റെ വിദ്യാഭ്യാസ പദ്ധതികൾക്ക് തുടക്കമായി. റിയാദിലായിരിക്കും പദ്ധതി നടപ്പാക്കുക. 314 പദ്ധതികളായിരിക്കും നടപ്പാക്കുക. റിയാദ് മേഖലയിലെ ഡെപ്യൂട്ടി അമീർ പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലായിരുന്നു പദ്ധതി പ്രഖ്യാപനം. 100 കോടി റിയാലിന്റെ വിദ്യാഭ്യാസ പദ്ധതികൾക്കാണ് തുടക്കമായത്. 314 പദ്ധതികളായിരിക്കും ഉൾപ്പെടുക. 1,88,000-ലധികം വിദ്യാർത്ഥികൾക്ക് പദ്ധതി നേരിട്ട് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. സ്കൂൾ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, സുരക്ഷിതവും ആകർഷകവുമായ പഠനാന്തരീക്ഷമൊരുക്കുക, വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക, കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അവസരം, തുല്യ വിദ്യാഭ്യാസ അവസരം തുടങ്ങിയ മേഖലകളിലായിരിക്കും പദ്ധതികൾ. ഉടൻ തന്നെ പദ്ധതികൾ നടപ്പാക്കാനാണ് തീരുമാനം. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. പക്ഷാഘാതത്തെ തുടർന്ന് സൗദിയിൽ 8 മാസമായി ചികിത്സയിലായിരുന്ന പാലക്കാട് യാക്കര സ്വദേശി മരിച്ചു. 48 വയസ്സുള്ള രാജേഷ് ബാബു ബാലകൃഷ്ണനാണ് മരിച്ചത്. റിയാദിലെ അൽ മവാസാത്ത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സ്വകാര്യ കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു ഇദ്ദേഹം. കുഴഞ്ഞു വീണതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കേളി കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കും. കുവൈറ്റിലെ അൽ സാൽമി അതിർത്തി ക്രോസിംഗിൽ 35 കാർട്ടൺ സിഗരറ്റുകൾ കടത്താനുള്ള ശ്രമം കസ്റ്റംസ് പരാജയപ്പെടുത്തി. വാഹനത്തിൽ അനധികൃതമായി ഒളിപ്പിച്ച സിഗരറ്റുകളാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് സൗദി പൗരനെ കസ്റ്റഡിയിലെടുത്തു. കസ്റ്റംസ് ഇൻസ്പെക്ടർക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് നടത്തിയ സൂക്ഷ്മ പരിശോധനയിലാണ് ഉൾഭാഗത്ത് ഒളിപ്പിച്ച 35 പെട്ടി സിഗരറ്റുകൾ കണ്ടെത്തിയത്. പ്രതിയെ തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. ട്രക്ക് ഡ്രൈവർമാർ 5 വ്യവസ്ഥകൾ നിർബന്ധമായും പാലിക്കണമെന്ന നിർദ്ദേശവുമായി സൗദി അറേബ്യ. വ്യവസ്ഥകൾ പാലിക്കാതെ വാഹനം ഓടിക്കുന്നവർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കും. ട്രാഫിക് ഡയറക്ടറേറ്റിൻ്റെതാണ് മുന്നറിയിപ്പ്. ട്രക്ക് ഡ്രൈവർമാർക്കായാണ് നിർദ്ദേശങ്ങൾ. 5 വ്യവസ്ഥകൾ നിർബന്ധമായും പാലിക്കണം. അവ ഇപ്രകാരമാണ്: ട്രക്കുകളിൽ വിദ്യാർത്ഥികളെ കയറ്റുന്നത് ഒഴിവാക്കണം. അനുവദിച്ച സമയങ്ങളിൽ മാത്രം നഗരത്തിലേക്ക് കടക്കുകയും നഗരത്തിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്യണം. വാഹനത്തിലെ ചരക്ക് സുരക്ഷിതമായി കവർ ചെയ്തിരിക്കണം. മൾട്ടി ട്രാക്കുകളുള്ള റോഡുകളിൽ വലത് ട്രാക്ക് മാത്രമേ ഉപയോഗിക്കാവൂ. രാത്രിയിൽ പാർക്ക് ചെയ്യുമ്പോൾ ത്രികോണാകൃതിയിലുള്ള പ്രതിഫലന ചിഹ്നം വാഹനത്തിന്റെ പുറകിൽ ഘടിപ്പിക്കണം തുടങ്ങിയവയാണ് വ്യവസ്ഥകൾ. സുരക്ഷിതമായി മൂടാതെ ചരക്ക് കൊണ്ടുപോകുന്നവർക്ക് 500 റിയാൽ മുതൽ 900 റിയാൽ വരെ പിഴ ലഭിക്കും. സൗദി ട്രാഫിക് ഡയറക്ടറേറ്റിന്റേതാണ് മുന്നറിയിപ്പ്. റോഡ് സുരക്ഷ ഉറപ്പാക്കുക, മേഖലയെ വികസിപ്പിക്കുക, ഗുണനിലവാരമുള്ള സേവനം ലഭ്യമാക്കുക, അപകടങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയവയുടെ ഭാഗമായാണ് തീരുമാനം. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ഇന്ത്യയുടെ സംസ്കാരവും വിഭവങ്ങളും ഉൽപ്പന്നങ്ങളും രുചിവൈവിധ്യങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഇന്ത്യൻ ഉത്സവന് സൗദിയിൽ തുടക്കമായി. റിയാദ് അവന്യൂ മാളിലാണ് ആഘോഷങ്ങൾ. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് പരിപാടി. ഇന്ത്യയുടെ സംസ്കാരം, വിഭവങ്ങൾ, രുചിക്കൂട്ടുകൾ, ഉൽപ്പന്നങ്ങൾ എന്നിവ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഫെസ്റ്റ് ഒരുക്കുന്നത്. റിയാദ് അവന്യൂ മാളിലാണ് ആഘോഷങ്ങൾ. ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ ഇന്ത്യൻ ഉത്സവിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യയുടെ സംസ്കാരവും പാരമ്പര്യവും വൈവിധ്യവും വിളിച്ചോതുന്ന പ്രീമിയം ഉൽപ്പന്നങ്ങളുടെ പ്രത്യേക വിഭാഗം തയ്യാറാക്കിയിട്ടുണ്ട്. 8 ബ്രാൻഡുകളുടെ 120 പുതിയ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഫെസ്റ്റിന്റെ ഭാഗമായി പരിചയപ്പെടുത്തും. സുഗന്ധവ്യഞ്ജനങ്ങൾ, പ്രാദേശിക പലഹാരങ്ങൾ, ഡയറി ഉൽപ്പന്നങ്ങൾ, ബേക്കറി വിഭവങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയുടെ വലിയ ശേഖരവും തയ്യാറാണ്. കാർഗിൽ, ലഡാക്ക് പ്രദേശങ്ങളിൽ നിന്നുള്ള പ്രീമിയം ആപ്രിക്കോട്ടുകളുടെ പ്രദർശനവും ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കി. ഇന്ത്യയുടെ സംസ്കാരം ലോകത്തെ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പരിപാടി. ഫെസ്റ്റ് ഈ മാസം 19 വരെ തുടരും. മീഡിയ 1, റിയാദ്. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ലോകത്തെ ഏറ്റവും ഉയരമേറിയ കെട്ടിടമായ ദുബൈയിലെ ബുർജ് ഖലീഫയിൽ ഇന്ത്യൻ ദേശീയ പതാകയുടെ ത്രിവർണ്ണങ്ങൾ തെളിഞ്ഞു. ഇന്ത്യൻ സമയം രാത്രി 9:20 ത്രിവർണ്ണ പതാക തെളിയിച്ചത്. UAE പ്രവാസികളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ്. എല്ലാ വർഷവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിൽ ബുർജ് ഖലീഫയിൽ ത്രിവർണ്ണ പതാക പ്രദർശിപ്പിച്ച് UAE ഇന്ത്യക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാറുണ്ട്. രാഷ്ട്രസ്പന്ദനം 2025 എന്ന പേരിൽ വിവിധ പരിപാടികളോടെ ഗാന്ധി സ്മൃതി കുവൈത്ത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു.
റെജി സെബാസ്റ്റ്യൻ ദേശീയ പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു. റൊമാനസ് പെയ്റ്റൺ അധ്യക്ഷത വഹിച്ചു. എൽദോ ബാബു മുഖ്യപ്രഭാഷണം നടത്തി. പ്രതിജ്ഞാവാചകം ഷീബ പെയ്റ്റൺ ചൊല്ലിക്കൊടുത്തു. മധു മാഹി സജൽ എന്നിവർ പരിപാടികൾ ഏകോപിപ്പിച്ചു. സൗദിയിൽ പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് അൻസാർ നെയ്തല്ലൂർ ചടങ്ങിന്റെ ഉദ്ഘാടകനായി. പരിപാടിയുടെ ഭാഗമായി നടത്തിയ ക്വിസ് മത്സരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. അസ്ലം കളക്കര, സുഹൈൽ മക്തും, ആഷിഫ് ചങ്ങരംകുളം തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ജനാധിപത്യ അട്ടിമറിക്കെതിരെ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് പ്രവാസി വെൽഫെയർ സലാലയിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന ചർച്ചാ സംഗമം ആഹ്വാനം ചെയ്തു. ഇന്ത്യയുടെ 79ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഐഡിയൽ ഹാളിൽ പൗരത്വം തന്നെയാണ് സ്വാതന്ത്ര്യം എന്ന തലക്കെട്ടിൽ സംഘടിപ്പിച്ച ചർച്ചാ സംഗമം ജനാധിപത്യ ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ പങ്കുവെക്കുന്നതായിരുന്നു. വോട്ട് കൊള്ളയും വോട്ടവകാശം നിഷേധിക്കലും ബുൾഡോസർ രാജും കൂട്ട കുടിയിറക്കലുകളും പരിപാടിയിൽ ചർച്ചയായി. ISC മലയാള വിഭാഗം കോ കൺവീനർ MK ഷിജിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രവാസി വെൽഫെയർ പ്രസിഡന്റ് അബ്ദുള്ള മുഹമ്മദ് അധ്യക്ഷത വെച്ച പരിപാടിയിൽ ലോക കേരള സഭാംഗം പവിത്രൻകാരായി, IMA പ്രസിഡന്റ് K ഷൗക്കത്തലി മാസ്റ്റർ, സർഗവേദി കൺവീനർ സിനു മാസ്റ്റർ, ഡോക്ടർ നദീജ സലാം, ശ്രീവിദ്യ ശ്രീജി തുടങ്ങിയവർ സംബന്ധിച്ചു. വഹീദ് ചന്ദമംഗലൂർ ചർച്ച നിയന്ത്രിച്ചു. സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിയത് സാജിദ ഹഫീസാണ്. രവീന്ദ്രൻ നെയ്യാറ്റിങ്കര പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തസ്രീന ഗഫൂർ, സജീബ് ജലാൽ എന്നിവരും സംസാരിച്ചു. പായസ വിതരണവും നടന്നു. ഫഹദ് സലാം, സബീർ PT, ഷാജി കമുന, മുസ്തഫ പനാനി തുടങ്ങിയവർ നേതൃത്വം നൽകി. മീഡിയ 1 സലാല. ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇടുക്കി അസോസിയേഷൻ കുവൈത്ത് ചിൽഡ്രൻസ് ഫോറം രൂപീകരിച്ചു. അബ്ബാസിയയിൽ നടന്ന ചടങ്ങിൽ ജിജി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. അസോസിയേഷൻ ഭാരവാഹികളായി ബിനു ആഗ്നേൽ, ജോസ്, ജോമോൻ P ജേക്കബ്, അനീഷ് പ്രഭാകരൻ എന്നിവർ ആശംസകൾ നേർന്നു. ഇവന ബിനോയിയുടെ സംഗീത പ്രകടനം പരിപാടിക്ക് നിറം പകർന്നു. കുട്ടികൾക്ക് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്ത് ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചു. Freedom is never voluntarily given by the oppressors. അധികാരികൾ ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ അഭിനന്ദന സന്ദേശം അയച്ചു. രാജ്യത്തിനും ജനതയ്ക്കും രാജാവ് ക്ഷേമവും നന്മകളും നേർന്നു. ദേശാഭിമാനത്തിന്റെ നിറവിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് UAE പ്രവാസികൾ. രാവിലെ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ അംബാസഡർ സഞ്ജയ് സുധീർ ദേശീയ പതാക ഉയർത്തി. രാഷ്ട്രപിതാവിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൽ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ പതാക ഉയർത്തി. രാഷ്ട്രപതിയുടെ സന്ദേശവും വായിച്ചു. വിവിധ എമിറേറ്റുകളിലെ ഇന്ത്യൻ അസോസിയേഷൻ, അബുദാബി മലയാളി സമാജം എന്നിവിടങ്ങളിലും വിപുലമായ ആഘോഷ പരിപാടികൾ ഒരുക്കി. ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സൗദി പീപ്പിൾസ് ബ്ലഡ് ഡൊണേഷൻ ആർമി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. റിയാദിലും ദമാമിലുമായാണ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചത്. വ്യത്യസ്ത ഹോസ്പിറ്റലുകളുമായി സഹകരിച്ച് നടത്തിയ ക്യാമ്പിൽ നിരവധി പേർ രക്തം ദാനം നൽകി. റിയാദ് ആസ്റ്റർ സനദിൽ സംഘടിപ്പിച്ച ഒരു വാര രക്തദാനം ക്യാമ്പ് സാമൂഹ്യ പ്രവർത്തകൻ ഷിഹാബ് കൊട്ടുകാട് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് PBDAയുടെ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ഷിനാജ് കരുനാഗപ്പള്ളി, സമത് മുസ്തഫ എന്നിവർ നേതൃത്വം നൽകി. ദുബായ് പോലീസിന്റെ ആഡംബര വാഹന ശേഖരത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി. ഓഡി RS7 ദുബായ് പോലീസിന്റെ ഭാഗമായി. ഓഡിയുടെ ഏറ്റവും ആകർഷകമായ മോഡലാണിത്. 3.5 സെക്കൻഡ് കൊണ്ട് മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗത കൈവരിക്കുന്ന കരുത്തനാണ് ഈ വാഹനം. ദുബായ് ഫ്യൂച്ചർ മ്യൂസിയത്തിൽ നടന്ന ചടങ്ങിൽ RS7 ദുബായ് പോലീസിന് കൈമാറി. $16 ലക്ഷം വില വരുന്ന ബുഗാട്ടി വെയറോൺ ആണ് ദുബായ് പോലീസിലെ ഏറ്റവും വില കൂടിയ ആഡംബര പട്രോളിംഗ് കാർ. കുവൈത്ത് KMCC ബേപ്പൂർ മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ ഫറവാനിയ KMCC ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് നാസർ മഷൂർ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. ഗഫൂർ പെരുമുഖം അധ്യക്ഷനായിരുന്നു. വിവിധ വിഷയങ്ങളിൽ സലാം നന്ദിയും ഇസ്മയിൽ വള്ളിയൂത്തും പ്രഭാഷണം നടത്തി. പുതുതായി തെരഞ്ഞെടുത്ത സ്റ്റേറ്റ് വനിതാ ഭാരവാഹികൾക്ക് സ്വീകരണം നൽകി. സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിന്റെ ആദ്യ ഗഡു മണ്ഡലം ജനറൽ സെക്രട്ടറി വാഹിദ് റഷീദ് ഉള്ളിയരിക്ക് കൈമാറി. മണ്ഡലം ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ ആശംസകൾ നേർന്നു.